അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാറുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതിനും കുറേ ലൈക്കുള്ള ക്വസ്റ്റ്യനാണ്. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് വിളിച്ചാൽ പോകുമെന്ന്. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് എന്നെ വിളിക്കണമെന്നില്ല, ഞാനായിരിക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അപ്പം പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകരെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മാസത്തിന് മുമ്പ് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥരായിട്ടുള്ള പ്രവീണും പ്രണവും പ്രവീണിന്റെയൊക്കെ അച്ഛനും അമ്മയും പ്രവീണിന്റെ വൈഫും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഏകദേശം ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതായത് പ്രവീണിന്റെ ഭാര്യയായിട്ടുള്ള മൃദുലയെ ഗർഭിണിയായി ഇരിക്കുന്ന സമയത്ത് ആ അച്ഛനും അമ്മയും കൊച്ചും, അതായത് പ്രവീണിന്റെ അനിയനും അമ്മയും അച്ഛനും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മൃദുല ഒരു വീഡിയോയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. എന്തായാലും അവരുടെയൊക്കെ ഭാഗ്യം ഒരു പോലീസ് കേസൊന്നും ആയി അത് മുന്നോട്ട് പോയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു പോലീസ് കേസൊക്കെ ആയിരുന്നെങ്കിൽ 3 പേരും ഇന്ന് അകത്ത് കിടന്നേനെ. കാരണം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വന്നെന്ന് സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൂവി കഥ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ പോട്ടെ, നടന്ന് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അത് വീണ്ടും കുത്തിത്തിരികെ എടുത്തുകൊണ്ട് വരുന്നില്ല. എന്താണെങ്കിലും ഇന്നലെ പ്രവീണും മൃദുലയും അവരുടെ ചാനലിൽ, പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ വന്നിരുന്ന് ഒരു Q&A സെക്ഷന് ആൻസർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു Q&A ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു അച്ഛനെയും അമ്മയും കൊച്ചുവിനെയും പറ്റിയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറെ കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ അവർ മറുപടി തന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർ എല്ലാ ചോദ്യത്തിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. വീട് മിസ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും വീട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, അപ്പോൾ എനിക്കത് മിസ് ചെയ്യായിരിക്കും. കാരണം ഞാൻ അങ്ങനെ എങ്ങും പോയി മാറി നിൽക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും വീടിനകത്തിരിക്കുക, എപ്പോഴും വീട്ടിനകത്ത് പോയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പം പെട്ടെന്ന് കുറേ നാൾ നമ്മളെ വീട്ടിൽ താമസിച്ചിട്ട് നമ്മളെ ശീലങ്ങളും നമ്മളാ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മളെ വീട്ടിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പൊ അവര് പറഞ്ഞ കാര്യം അത് വേറൊന്നുമല്ല, അവരുടെ വീട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അവര് രണ്ടുപേരും അവരുടെ പുതിയ വീട്ടിലാണ്. പ്രവീൺ പുതിയൊരു വീട് മേടിച്ച് അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ വന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവര് പറഞ്ഞ മറുപടിയാണത്. വീട് ആർക്കാണെങ്കിലും മിസ് ചെയ്യും. നമ്മൾ വർഷങ്ങളായി നമ്മൾ ജനിച്ചു വളർന്നു വന്ന നമ്മുടെ വീട് നമ്മൾ വേറെ എവിടെയൊക്കെ പോയി, ഏത് നാട്ടിൽ പോയി, എത്ര വലിയ വീട് വെച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു ചെറിയ വീട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു വീട് നമുക്ക് എന്നും അതൊരു ഫീലിംഗ് തന്നെയാണോ. അത് എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രവീൺ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് എനിക്കത് കിട്ടി സാധനം. അതിപ്പം എത്രയൊക്കെ വലിയ കോടീശ്വരനായി മാറി വലിയൊരു കൊട്ടാരത്തിൽ താമസിച്ചെന്ന് പറഞ്ഞാലും ഇവര് ആ ഒരു അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിട്ട് പ്രവീൺ ആ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, അത് ചിലപ്പോൾ അതേപോലെ ഇപ്പൊ കിട്ടണമെന്നില്ല. ചിലപ്പോൾ സന്തോഷമൊക്കെ ഉണ്ടായാലും ഒരു അവരില്ലല്ലോ കൂടെ. അതുകൊണ്ട് എന്താണെങ്കിലും ഒരു മിസ്സിംഗ് ഫാക്ടർ അവിടെ ഉണ്ട്. പ്രവീണും അത് തന്നെയാണ് പറയുന്നത്. ബാക്കി ഏതാണ്ട് 4200 പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ. അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ, അവരെ വിളിക്കാറുണ്ടോ? അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. പിന്നെ എനിക്കിപ്പോൾ ആരടുത്തും ഒരു പിണക്കമില്ല കേട്ടോ. ഇപ്പം അച്ഛനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ, അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ, ആരടുത്തും യാതൊരു വിധത്തിലുള്ള പിണക്കവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കൊച്ചായിക്കോട്ടെ, എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം. ഇനി തെറ്റും ശരിയും 2 ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെന്തോ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, നമ്മളിപ്പോൾ കണ്ടതല്ലേ. അത്രേ ഉള്ളൂ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതങ്ങ് വിടണം. അത് പുള്ളി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പുള്ളിക്ക് അച്ഛനോടോ അമ്മയോടോ അനിയനോടോ ഒന്നും ഒരു രീതിയിലുള്ള ദേഷ്യവുമില്ല. പക്ഷെ ഇതൊക്കെ പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ അപ്പുറം ഇരിക്കുന്ന മൃദുല ഇതിനെപ്പറ്റി ഒന്നും വലുതായിട്ടൊന്നും പറഞ്ഞു കേട്ടില്ല. കാരണം ആ ഒരു ചോദ്യം 2 പേർക്കും കൂടെ ഉത്തരം പറയാനുള്ളതായിരുന്നു. പക്ഷെ ഇതിന് മൃദുല ഉത്തരം പറഞ്ഞിട്ടില്ല. മൃദുലയ്ക്ക് മൃദുലയുടേതായിട്ടുള്ള കാരണങ്ങൾ കാണും. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു വീഡിയോ അന്ന് കണ്ടവർക്ക് മനസ്സിലാവും. മൃദുല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കരഞ്ഞു കൂവി
അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതൊന്നും പെട്ടെന്ന് നമുക്ക് തന്നെ മറക്കാൻ പാടാണ്. അപ്പോൾ എന്താണെങ്കിലും അത് അനുഭവിച്ചാൽ മൃദുല പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, മൃദുല അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും മൃദുലയ്ക്ക് അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൃദുലയ്ക്കത് ഇത്രയൊക്കെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പ്രണവിന് പറ്റും, അല്ലെങ്കിൽ പ്രവീണ് പറ്റും. കാരണം പ്രവീണിന്റെ അനിയനും അച്ഛനും അമ്മയാണ്. പുള്ളി അതൊക്കെ മറന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊന്നും തലയെ വെച്ചുകൊണ്ടിരുന്ന് ആ ഒരു റിലേഷൻ ഇല്ലാതാക്കി കളയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ആ ഒരു അച്ഛനും അമ്മയ്ക്കും പ്രണവിനും ഒക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അവർക്കും അത് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ഇപ്പം അമ്മ വിളിക്കാറുണ്ട്, അച്ഛൻ വിളിക്കാറുണ്ട്, കൊച്ചുമൊക്കെ വിളിക്കാറുണ്ട് എന്ന് പ്രവീൺ പറയുന്നുണ്ട്. പക്ഷേ മൃദുലയുടെ കാര്യം അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. മൃദുല പ്രത്യേകിച്ച് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവരാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും മൃദുല പ്രത്യേകിച്ച് അതിനെ പറ്റി. പക്ഷെ വീട് മിസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ മൃദുലയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അവരോട് ഒരു ക്ഷമ കൊടുത്തു അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ചു എന്നുള്ള കാര്യത്തിൽ മൃദുല വാ തുറക്കുന്നില്ല. പിന്നെ ആ ഒരു ടൈമിൽ മൃദുലയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് പറ, ഞാൻ കുറ്റം പറയില്ല ആ കുട്ടിയെ. എനിക്ക് ഒരു കാരണവശാലും ആ കുട്ടിയെ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മാത്രം നിങ്ങളോട് ഞാൻ പറയുന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവൾ അതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ പെട്ടെന്നൊന്നും ആ ഒരു പെൺകുട്ടിക്ക് അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മറന്നു കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറ, കല്യാണം കഴിച്ചവരൊക്കെ ഒരുപാട് കാണും. നിങ്ങൾ പറ, നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു കളയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കാണാം. പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ലാതായിപ്പോവും. അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകനെന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം. അത് ഉറപ്പുള്ള കാര്യമാണ്. പ്രവീൺ അത് പിന്നെ ഭയങ്കര റിഗ്രറ്റായി മാറും. കാരണം സംഭവിച്ചു. ഇപ്പം മൃദുല പറഞ്ഞ പോലെയൊക്കെ തന്നെ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് പ്രവീണിന്റെ അച്ഛനും അമ്മയും അനിയനുമാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഇങ്ങനെ ലൈഫ് ലോങ് അവരുമായിട്ടൊരു കോൺടാക്റ്റും വെക്കാതെ അവരോട് ദേഷ്യവും കാണിച്ച് നടന്നാൽ അത് പിന്നെ ഒരു റിഗ്രറ്റായി മാറിയേക്കാം. പിന്നെ മൊത്തത്തിൽ ഞാൻ അവരുടെ മാത്രമാണ് തെറ്റെന്നൊന്നും പറഞ്ഞു വെക്കുന്നില്ല. കാരണം നമുക്കറിയില്ല ഇനി ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും പ്രവീണ് അതൊക്കെ ആ ഒരു തെറ്റൊക്കെ മറന്ന് അവരോടൊരു സ്നേഹത്തോടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവർ വിളിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. അല്ലാതെ ലൈഫ് ലോങ് നമ്മൾ ഈ ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പ്രവീണിന്റെ അടുത്ത് അപ്പോഴും ഇരിക്കുമ്പോഴും മൃദുല ഒന്നും മിണ്ടുന്നില്ല. മൃദുലയ്ക്ക് അത് മറക്കാൻ സമയമെടുക്കും. അഥവാ മൃദുല അത് മറന്നിട്ടില്ലെങ്കിൽ അതിനകത്ത് ആ ഒരു പെൺകുട്ടിയെ ആരും കുറ്റം പറയാൻ പോകണ്ട. നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അവളെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, 5 മാസമായി അതിന്. ആ 5 മാസം തന്നെയുണ്ട് അവരവിടുന്ന് അനുഭവിച്ച ആ ഒരു ക്രൂര പീഡനത്തിന്. അത്രയും കാലയളവ് എടുത്തു. അത്രയും ആ ഒരു കുഞ്ഞിന്റെ പ്രായമാണ് അവരാ അനുഭവിച്ച ക്രൂര പീഡനത്തിന്. മനസ്സിലായില്ലേ? സോ അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേ മൃദുലയ്ക്കൊക്കെ കുറച്ചെങ്കിലും അത് മറക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് കാണാം. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാറുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതിനും കുറേ ലൈക്കുള്ള ക്വസ്റ്റ്യൻ. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് വിളിച്ചാൽ പോകുമെന്ന്. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് എന്നെ വിളിക്കണമെന്നില്ല, ഞാനായിരിക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ആൻസർ. സീരിയസ്ലി പുള്ളി ആ പറഞ്ഞതിനോട് എനിക്ക് നല്ല രീതിയിൽ ഒരു റെസ്പെക്ട് തോന്നി. കാരണം എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അനിയനാണ്, ഞാൻ അവിടെ ചെല്ലും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ മുന്നിട്ട് നിൽക്കും എന്നൊക്കെ പുള്ളി പറയുന്നതിനകത്ത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ. പുള്ളിക്കത് മറന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം അന്ന് ആ കഥയൊക്കെ കേട്ട ആളുകൾക്ക് അറിയാം ആ ഒരു പ്രവീൺ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ആ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബവുമായിട്ടൊരു യോജിപ്പ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഇവർ അതുപോലത്തെ കാര്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞത്. അത്രയ്ക്കും ആ ഒരു പെൺകുട്ടി മൃദുല അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കഥയിൽ നിന്ന് അവർ പറയുന്നത് നമ്മൾ കേട്ടപ്പോൾ അവർ അച്ഛനും അമ്മയും കൊച്ചുമൊക്കെ ഒരു വില്ലത്തി ആ ഒരു ക്യാരക്ടറിൽ നിന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പ്രവീൺ ഒരിക്കലും തിരിച്ചു ചെല്ലില്ല എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ കഥ കേട്ടപ്പോൾ. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ മറന്നിട്ട്, അതൊക്കെ ഉള്ളതാണെങ്കിൽ പോലും നമുക്കറിയില്ല, അതൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ മറന്നിട്ട് പ്രവീണ് ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു വളരെ നല്ല കാര്യം. പക്ഷെ അപ്പോഴും മൃദുലയുടെ മുഖം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. കുറ്റം പറയുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് കുറ്റം പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ചിലവരും ഒന്ന് ചോദിക്കും, പിന്നെ നീ എന്തിനാണ് ഇത് പറയുന്നത്? ഇത് പറയണ്ടേടോ. അപ്പുറം ഇരിക്കുമ്പോൾ മുഖം വെച്ചിരിക്കുന്ന കാണുമ്പോൾ അത് പറയണ്ടേ? അല്ലെങ്കിൽ അത് നമ്മൾ കണ്ണടച്ച് ഇരിക്കണോ ആ ഒരു പോർഷനിലേക്ക് മാത്രം? പ്രവീണ മാത്രം ഇങ്ങനെ നോക്കിയാൽ മതിയോ? എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കാൻ. ബാക്കി സീരിയസ്ലി അതൊക്കെ വേറെ. നമുക്ക് എന്തൊരു എനിക്കൊരു ആപത്തെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങോട്ടൊരു ആപത്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ പറഞ്ഞെത്തും. അത്
ചേച്ചി ഡിഡ് യു എക്സ്പീരിയൻസ് പോസ്റ്റ്മോർട്ടം? അയ്യോ അതൊരു പാട്ടം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. രണ്ടൂര് പേരാണോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇവക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി ഇവക്ക് ഡിപ്രഷൻ ഞാൻ നേരി കണ്ട ഒരു വ്യക്തിയാണ്. നിനക്ക് ആ പാട്ടം ഉണ്ടായിരുന്നോ? അത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന, എല്ലാവരും പറയുന്ന, എന്നാ അറിയാതെ പോകുന്ന കുഞ്ഞായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ മാറില്ലേ. പുതിയ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്, ഫുള്ളി ചേഞ്ച് ആവും. പിന്നെ കുഞ്ഞിൻ്റെ, അതും പൊടി കുഞ്ഞില്ലേ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഹോർമോണൽസ് അങ്ങനെ ഫുള്ള് കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ് ആവാൻ ചിലരൊന്ന് 1 വർഷം വരെ എടുക്കുന്ന. പിന്നെ ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് വേറെ സ്ട്രെസ്സും കൂടിയായിരുന്നു. അത് ആകെ മൃദുല അങ്ങ് താഴെ പോയി. ആ ടൈമിൽ മൃദുല ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടി വയ്യ, വീട് നോക്കണം, കുഞ്ഞിന്റെ കാര്യം. അയ്യോ, അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് എങ്ങനെ മൃദുല ഇതെല്ലാം ഹാൻഡിൽ ചെയ്തു, അതാണ് എനിക്ക് മനസ്സിലാവാഞ്ഞത് ആ ഒരു സമയത്ത്. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കൊച്ചിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്തോ ക്രൂര പീഡനങ്ങൾ മേടിച്ച് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആ സമയത്ത് തന്നെ ഡെലിവറി വരുന്നു, പുതിയ വീട് തപ്പുന്നു. ഇതെല്ലാം കൂടെ 25-26 വയസ്സേ ഉള്ളൂ ഇവർക്ക് രണ്ടുപേർക്കും. ആ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ അവർ ഓടി നടന്ന് ചെയ്തെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊരു വലിയ കാര്യം തന്നെ. ആ കൊച്ചു കുഞ്ഞിനെ നോക്കണം, ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ. പിന്നെ പുതിയൊരു വീടെടുത്തപ്പോൾ അവിടേക്ക് ഇവർ മാത്രമാണ് വന്നത്. പിന്നെ അച്ഛനും അമ്മയും, ഈ ഒരു മൃദുലയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കൂടുതൽ സമയം ഇവർ മാത്രമായിരുന്നു ആ കുട്ടിയെ നോക്കാനെന്ന് അവർ പറയുന്നുണ്ട്. സോ അതൊക്കെ ആ ഒരു ഏജിൽ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ പോസ്റ്റ് ഡിപ്രഷൻ അതൊക്കെ എന്താണെങ്കിലും വരും. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഈ ഡെലിവറിക്ക് ശേഷം പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഒരു സാധനവും. അപ്പൊ അതാണ് ഇപ്പം പ്രവീൺ അവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനെക്കാട്ടിലും വലിയൊരു കുഴിയിലേക്ക് അവൾ വീണതാണ് ഓൾറെഡി. മൊത്തത്തിൽ താഴ്ന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പ്രസവത്തിന് ശേഷമുള്ള ആ ഒരു ഡിപ്രഷനും പിന്നെ വീട്ടിൽ നിന്നുള്ളതും എല്ലാം കൂടെ ആ കുട്ടിയെ സത്യം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ക്ലാപ്സ് തന്നെ കൊടുക്കണം. ഇതെല്ലാം കൂടെ അത് സഹിച്ചല്ലോ. ബാക്കി ജീവിതത്തിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം, അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന എനിക്കൊന്നുമില്ല. റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ പിന്നെ ഇതുണ്ട്, നല്ല ടൈം സ്ലാപ്പ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലേ. ഈ ഒരു പോർഷൻ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് അവരുടെ മനസ്സിലുണ്ട് എന്തൊക്കെയോ തെറ്റുകൾ അവർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് 2 പേരുടെ ഒരു കുടുംബമാണല്ലോ. ഇപ്പൊ ഈ ഒരു പ്രവീണിന്റെയും മൃദുലയുടെയും അതുപോലെ തന്നെ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കൊച്ചിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണും. അതാണ് ഇതിങ്ങനെ ഒരു വഴക്കിലേക്ക് ചെന്നെത്തിയത്. മനസ്സിലായില്ല? എനിക്ക് അങ്ങനെയാണ് ഇതിനകത്ത് മനസ്സിലായത്. എല്ലാ കുടുംബത്തിലും കാണുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അന്ന് ഇത് ഒരു ഗർഭിണി വന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ആ ഒരു അച്ഛനെയും അമ്മയും കൊച്ചുനെയൊക്കെ എടുത്ത് വെച്ചങ്ങോട്ട് വാറ്റി നമ്മൾ ഇല്ലേ. കാരണം അതിനുള്ള സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു അന്ന്. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതുപോലെയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാലും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഗർഭിണി വന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും അവരുടെ ഭാഗത്തൊന്ന് നിൽക്കണം ചെറുതായിട്ട്. പിന്നെ നമ്മൾ തോണ്ടി നോക്കും ഓരോ കാര്യങ്ങൾ. അതെല്ലാം തോണ്ടി തന്നെയാണ് ഇവിടെ എല്ലാവരും ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാണുന്ന നിങ്ങൾ പോലും 2 സൈഡിലും നിങ്ങൾ കേൾക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും മാറി അവരങ്ങനെ ഒന്നിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല കാര്യം. അധികം വൈകാതെ തന്നെ ഒന്നിച്ച് ഒരു മീറ്റ് ചെയ്യട്ടെ. ഒന്നിച്ച് പഴയ പോലെ അവർക്ക് വീഡിയോ ചെയ്യുമോയെന്നറിയില്ല. ഇതിനായിട്ട് ചെയ്യാൻ അവർ പ്ലാൻ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ഇനി അവർ ഒന്നിച്ചുള്ള വീഡിയോകളൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പഴയ പോലെ നല്ല രീതിയിൽ പോകാൻ അവർക്ക് പറ്റട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.